ചരിത്രത്തിൽ നടന്നിട്ടുള്ള പല സംഭവങ്ങളും നമ്മൾ പരിശോധിച്ചാൽ പലതും വീണ്ടും അതുപോലെ തന്നെ ആവർത്തിക്കപ്പെടുന്നതായോ അതല്ലെങ്കിൽ വലിയ സാമ്യം ദർശിക്കുന്നതായോ നമുക്ക് അനുഭവപ്പെടാറുണ്ട്. അമേരിക്കയുമായും ഇസ്രായേലുമായി ബന്ധപ്പെട്ട അത്തരമൊരു സംഭവമാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. 1981 ജനുവരി മാസം 20-ാം തീയതിയാണ് അമേരിക്കയുടെ പ്രസിഡൻ്റായി റൊണാൾഡ് റെയ്ഗൻ അധികാരത്തിൽ വരുന്നത്. അദ്ദേഹം അധികാരത്തിൽ വരുന്നതായ അതേ ദിവസം 52 അമേരിക്കൻകാരായ ബന്ദികളെ ഇറാൻ മോചിപ്പിച്ചതായ സംഭവം കൂടെ ഇതുമായി ചേർന്ന് നമ്മൾ മനസ്സിലാക്കണം. അതേ സമാനതയാണ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിൻ്റെ 2-ാം തവണ വീണ്ടും പ്രസിഡൻ്റ് ആകുമ്പോൾ അദ്ദേഹത്തിൻ്റെ സത്യപ്രതിജ്ഞയോടനുബന്ധിച്ച് ഇസ്രായേലിൽ മോചിതരാകുന്ന ബന്ദികളുടെ കാര്യവും. നമ്മൾ ഈ അമേരിക്കക്കാരുടെ ഉൾപ്പെട്ടതായ ഇറാനിലെ ബന്ദി ക്രൈസിസ് അല്ലെങ്കിൽ ആ ഹോസ്റ്റേജ് ക്രൈസിസ് അതിൽ പഠിക്കുമ്പോഴും അതിനകത്തും ഒരു റബ്ബായിയെക്കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് അവറാം മൊർദെഖായി ഹെർഷംബർഗ് എന്നാണ്. ഇദ്ദേഹം മെക്സിക്കോയുടെ മുൻപ് അദ്ദേഹം അവിടുത്തെ ചീഫ് റബ്ബായിയായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 1979 ഷാ ഭരണകൂടത്തെ അട്ടിമറിച്ചുകൊണ്ട് ആയത്തുള്ള ഖൊമൈനി, റൊഹാല ഖൊമൈനി എന്ന് പറയുന്ന അദ്ദേഹം അധികാരത്തിൽ എത്തുന്നത്. ഇതോടനുബന്ധിച്ച് നടന്നതായ വലിയ കലാപങ്ങൾ പ്രത്യേകിച്ച് ടെഹ്റാനിൽ അമേരിക്കൻ എംബസിയെ ബാധിക്കുകയും അവിടെ നിന്നും 52ഓളം അമേരിക്കക്കാരായ പൗരന്മാരെ ബന്ദികളാക്കുകയും ചെയ്തു. അതിൽ 2 യഹൂദന്മാരും ഉണ്ടായിരുന്നു. ഇതൊരു വലിയ പ്രശ്നമായി അമേരിക്കയും ഇറാനും തമ്മിൽ, അത് മാത്രമല്ല മറ്റ് സഖ്യരാജ്യങ്ങളും ഏറ്റെടുത്തു. എന്നാൽ ഇറാൻ്റെ ഉദ്ദേശം എന്താണെന്നോ അത് അവരുടെ ഡിമാൻഡുകളെക്കുറിച്ചോ ഒന്നും ഒരു വ്യക്തതയും പുറത്തു വന്നിരുന്നില്ല. അമേരിക്ക അവരുടേതായ നിലയിൽ ജിമ്മി കാർട്ടറുടെ നേതൃത്വത്തിൽ പല നടപടികളും സ്വീകരിച്ചുവെങ്കിലും ലക്ഷ്യം കണ്ടില്ല. UN-ൻ്റെ അന്നത്തെ സെക്രട്ടറി ജനറലായിരുന്ന കർട്ട് വാൽഡെയും, അദ്ദേഹം ഓസ്ട്രിയക്കാരനാണ്, അദ്ദേഹം ടെഹ്റാനിൽ ചെന്നു. എന്നാൽ ടെഹ്റാനിൽ അദ്ദേഹം സഞ്ചരിച്ച വാഹനത്തിനെതിരെ വലിയ ആക്രമണം ഉണ്ടാകുകയും അദ്ദേഹം ഏത് കാറിൽ അവിടേക്ക് പോകാൻ ശ്രമിച്ചോ അതേ കാറിൽ തന്നെ അദ്ദേഹത്തെ പറഞ്ഞു വിട്ട് അദ്ദേഹം തിരികെ പോരുകയായിരുന്നു. അദ്ദേഹം തിരികെ വന്ന് ന്യൂയോർക്കിൽ അമേരിക്കയോട് പറഞ്ഞത് അവർക്ക് നമ്മളെ ഇഷ്ടമല്ല, അത്രമാത്രമേ അറിയത്തുള്ളൂ, അവരെന്താ അവരുടെ ഡിമാൻഡുകളെന്ന് പോലും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. എന്നാൽ ഇങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്ന സമയത്ത് ഈ ബന്ദികളാക്കപ്പെട്ട 52 പേരിൽ 2 യഹൂദന്മാരും ഉണ്ടായിരുന്നു. അവർക്ക് അവരുടെ മതപരമായ പ്രാർത്ഥനകൾ നടത്തണമെന്ന് അവരാവശ്യപ്പെട്ടു. അത് ഖൊമൈനി ഭരണകൂടം അത് അംഗീകരിക്കാനിടയായി തീർന്നു. പ്രത്യേകിച്ച് ഹനൂക്ക എന്ന് പറയുന്ന യഹൂദന്മാരുടെ ഒരു ഉത്സവം, പൂരിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു ഉത്സവമാണ്. എന്നാൽ ഈ ഇതുമായി ബന്ധപ്പെട്ടുള്ള 9 ദിവസത്തോളം പ്രാർത്ഥനകൾ നടക്കാറുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം ബൈബിളിൽ 7 കവരങ്ങളുള്ളതായ ആ നിലവിളക്ക്, അതാണ് പ്രധാനമായും മെനോറ എന്ന് പറയും, അത് കത്തിച്ചുകൊണ്ടാണ് ഇത് അവർ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതുമായി ബന്ധപ്പെട്ട് അവർ ഗാനങ്ങളും മറ്റും ആലപിക്കാറുണ്ട്, പ്രാർത്ഥനാ ഗാനങ്ങളും മറ്റും അവർ ചൊല്ലാറുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഒരു പുരോഹിതനെ അല്ലെങ്കിൽ റബ്ബായിയെ അവർ അയക്കണമെന്നുള്ള നിർദ്ദേശം വെച്ചത്. ഈ നിർദ്ദേശം UN-ന് കൈമാറുകയും UN യഹൂദ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെടുകയും മറ്റും ചെയ്തു. അങ്ങനെയാണ് മെക്സിക്കോയുടെ മുൻ ചീഫായിരുന്നായ റബ്ബായിമാരുടെ ചീഫായിരുന്ന ഹെർഷൻബർഗ് അതിനുവേണ്ടി നിയോഗിക്കപ്പെടുന്നത്. അദ്ദേഹം അതിനുവേണ്ടി ഒരുക്കപ്പെടുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം ന്യൂയോർക്കിൽ വന്നു. അന്നേരം അന്നത്തെ ഇവിടുത്തെ സൻഹദ്രീൻ കൗൺസിലുമായിട്ട് അവർ സംസാരിച്ചു. അവർ 2 ദിവസത്തോളം ചർച്ചകൾക്ക് ശേഷമായിട്ട് അവർ പറഞ്ഞു, പോകുന്നതിന് കുഴപ്പമില്ല, പക്ഷേ ഒരു കാര്യം, നിങ്ങളുടെ കൂടെ മെനോറയും കൂടെ കൊണ്ടുപോകണം. അന്നേരം ഇസ്ലാമിക് ഭരണകൂടമാണ് ഇപ്പോൾ അധികാരത്തിൽ വന്നിരിക്കുന്നത്, അതൊരു അനുവദിക്കുമോ എന്നുള്ള കാര്യമൊന്നും അവർക്കറിയത്തില്ല. പക്ഷേ എന്നാൽ അതുകൊണ്ട് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അദ്ദേഹം കൊണ്ടുപോകാൻ സമ്മതിച്ചു. കൊണ്ടുപോകാൻ ഒരുങ്ങിയിരിക്കുന്ന സമയത്ത് ഒരു കാര്യം കൂടെ മുന്നറിയിപ്പായിട്ട് പറഞ്ഞിരുന്നു, നിങ്ങളിവിടെ വന്നാൽ നിങ്ങൾക്ക് തിരിച്ചു പോകാൻ സാധ്യതയുണ്ട്, ഒരു പക്ഷേ അവിടെ ബന്ദിയായി തീരാനും സാധ്യതയുണ്ട്, ഇതെല്ലാം കരുതി മാത്രമേ പോകാവൂ. ഈ ഭീഷണികളെല്ലാം നിൽക്കുമ്പോൾ തന്നെ ആദ്യ സമയത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞെങ്കിലും ഒടുവിൽ ഇറാന് പിന്മാറി. എന്നാൽ പിന്നീട് ഒരു മാസത്തോളം കഴിഞ്ഞ ശേഷമായിട്ടാണ് വീണ്ടും ആവശ്യപ്പെട്ടു, ഇതേപോലെ ഒരാളെ അവിടേക്ക് അയക്കണമെന്ന് പറഞ്ഞു. അന്നേരം അങ്ങനെ പിന്നെ ഈ റബ്ബായി അവിടേക്ക് ചെല്ലുകയും അദ്ദേഹം ജയിലിൽ ഇവരെ തടവിലാക്കിയിരിക്കുന്ന ഭാഗത്ത് ചെന്ന് ആ മുറിയിലെല്ലാം വളരെ കൃത്യമായിട്ട് ഇവർ പറയുന്ന ഓരോ നീക്കങ്ങളും ആംഗ്യങ്ങളും എല്ലാം പരിശോധിക്കാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇദ്ദേഹത്തിന് ഈ പ്രാർത്ഥന നടത്താൻ വേണ്ടി അവിടെ ചെല്ലുന്ന സമയത്ത് തന്നെ യഹൂദന്മാരായിരിക്കുന്ന ഈ 2 പേരും അവരുടെ എബ്രായ ഭാഷയിൽ ഈ മനോറ കത്തിച്ച് അതുമായിട്ട് ബന്ധപ്പെട്ട് പാടുന്ന പാട്ടുകൾ പാടി.
അന്നേരം ഇദ്ദേഹം മെനോറ കൊണ്ട് ചെല്ലുകയും അതെല്ലാം 7 ദീപങ്ങളും കൊളുത്തുകയും ഇവർ പാട്ട് പാടുന്ന കേട്ടുകൊണ്ട് ബാക്കിയുള്ളവർ ശ്രദ്ധയോടുകൂടെ ഇത് നോക്കി നിൽക്കുകയും ചെയ്തു. അന്നേരം അടുത്ത ദിവസം ആയപ്പോൾ ഈ വാർത്ത പതുക്കെ അങ്ങ് പുറത്തേക്ക് പരക്കാനിടയായി തീർന്നു. ആ സമയത്ത് ഇറാനിൽ ധാരാളം സിനഗോഗുകളുണ്ട്, 10,000-കണക്കിന് ജനങ്ങൾ ഇറാനിലുണ്ട്. ഏതാണ്ട് 1 മില്യണോളം യഹൂദന്മാരവിടെ ഉണ്ടായിരുന്നു എന്നാണ് കണക്ക് പറയുന്നത്. ഇവരിൽ ധാരാളം പേര് ഈ വാർത്ത അറിഞ്ഞ് കൊട്ടാരത്തിന് ചുറ്റുമായി കടന്നു വന്നു. അവിടെ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി പ്രത്യേക ഒരു ക്രമീകരണം അവിടെ ഉണ്ടാക്കി. ഖൊമൈനിയും അദ്ദേഹത്തിൻ്റെ ഫാമിലിയും അവരൊരു ഫൈബർ ഗ്ലാസ് കൊണ്ടുള്ളതായ ഒരു ബോക്സ് പോലെ ക്രമീകരിച്ചിരിക്കുന്ന ഒരു ഗ്ലാസിൻ്റെ പുറകിൽ അവരുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇദ്ദേഹം റബ്ബായി ഹെർഷൻബർഗും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ ജനങ്ങളെല്ലാം വന്നു. അവരെല്ലാം വന്നതിന് ശേഷം മുട്ടുകുത്തി അവർ കവിണ്ണ് വീണ് അവർ നിൽക്കുന്ന സമയത്ത് ഈ മൊർദെഖായി ഹെർഷൻബർഗ് മാത്രം സ്റ്റാൻഡ് ചെയ്യുകയാണ്, അദ്ദേഹം മാത്രം നിൽക്കുകയാണ്. അല്ല, ഖൊമൈനി ചിന്തപ്പെട്ടരെ വിട്ട് ചോദിച്ചു, എന്താ അദ്ദേഹം നിൽക്കുന്നത്, ബാക്കി എല്ലാവരും അങ്ങനെ കുമ്പിടുമ്പോഴെന്താ നിൽക്കുന്നത് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ ദൈവത്തിൻ്റെ മുൻപിലല്ലാതെ ഒരു ഭരണകൂടത്തിൻ്റെയോ ഒരു വ്യക്തിയുടെയോ പ്രസ്ഥാനത്തിൻ്റെയോ മുൻപാകെ ഞാൻ മുട്ടുമടക്കുകയില്ല. അതായത് എസ്തേറിൻ്റെ പുസ്തകത്തിൽ പറയുന്നതായ മൊർദെഖായിയുടെ അതേ തീരുമാനമാണ് ഇവിടെ ഇദ്ദേഹം പ്രഖ്യാപിച്ചത്. അദ്ദേഹത്തിന് എന്തും സംഭവിക്കാം, പക്ഷേ അങ്ങനെയുള്ള പ്രതീക്ഷയോടെ അദ്ദേഹം നിൽക്കുന്നത്. എന്നാൽ ഖൊമൈനിക്ക് ഇദ്ദേഹത്തിൻ്റെ ഈ തീരുമാനത്തിൽ വളരെ സന്തോഷം തോന്നി. ഇത്രയും വലിയ പ്രശ്നത്തിന് മുമ്പിൽ, പ്രത്യേകിച്ച് ആധുനിക പേർഷ്യയുടെ ഇസ്ലാമിക് ഭരണകൂടത്തിൻ്റെ തലവൻ്റെ മുമ്പിൽ ഒരു ഭയവുമില്ലാതെ തൻ്റെ വിശ്വാസ പ്രഖ്യാപനം നടത്തുന്നതായ ഹെർഷൻബർഗിനോട് അദ്ദേഹത്തിന് മതിപ്പാണ് തോന്നിയത്. തുടർന്ന് പ്രാർത്ഥന നടത്തിക്കൊള്ളാൻ പറഞ്ഞു. പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞു. അതിനുശേഷം വീണ്ടും അദ്ദേഹത്തെ 1 മാസത്തോളം അവിടെ ഉണ്ടായിരിക്കുകയും പല കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ബാഗ് പരിശോധിച്ചതായ സമയത്ത് അതിനകത്ത് ഈ ഡേവിഡിൻ്റെ സ്റ്റാർ രേഖപ്പെടുത്തിയിരിക്കുന്ന പലതും അദ്ദേഹം കണ്ടു. എന്താണ് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇത് ഡേവിഡിക് സ്റ്റാറാണ്, ഭാവി മശിഹ വരുമെന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങൾ പ്രത്യാശയോടെ കാത്തിരിക്കുന്നതിൻ്റെ സിമ്പലായിട്ടാണ് ഈ സ്റ്റാർ അവർ ഒബ്സർവ് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചെല്ലാം സംസാരിച്ചു. അന്നേരം ഇവരുടെ മഗ്ഗിനകത്ത് അതുപോലെ തന്നെ ഇവരുടെ തുണിസഞ്ചിക്കകത്ത് മറ്റും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്നേരം തുടർന്ന് ഇദ്ദേഹം ചെയ്തൊരു കാര്യം, രസകരമായ കാര്യം, ഇദ്ദേഹം ഓർഡർ ഇട്ടു, ഇറാനിലുള്ളതായ ഇതുപോലെ ഡേവിഡിൻ്റെ സ്റ്റാർ വഹിക്കുന്നതായ ഏതെങ്കിലും പേഴ്സണലായിട്ടുള്ള വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഉപദ്രവിക്കരുത് എന്നുള്ള ഒരു കൽപ്പന അവിടെ പുറപ്പെടുവിക്കാൻ ഇടയായി തീർന്നു. അതിനുശേഷം 1 മാസത്തോളം കഴിഞ്ഞ സമയത്ത് ഒരു കർഫ്യൂ ഉണ്ടായി. വലിയ പ്രശ്നം, രാത്രിയിൽ ആർക്കും ഉറങ്ങാൻ പറ്റുകയില്ല. പക്ഷേ എന്നാൽ മെനോറ അത് തെളിക്കേണ്ടത് രാത്രിയിലാണ്, സന്ധ്യ കഴിഞ്ഞ ശേഷമായിട്ടാണ്. എന്നാൽ ആ സമയത്ത് ഇദ്ദേഹം ഹെർഷൻബർഗ് ഖൊമൈനിക്ക് ദൂത് കൈമാറി, ഇതേപോലെ ഞങ്ങളുടെ പ്രാർത്ഥന ഈ സമയത്താണ്. അന്നും ഇതേപോലെ തന്നെ പറഞ്ഞു, ഡേവിഡ് സ്റ്റാർ വഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഉപദ്രവിക്കരുത്, അവർക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ള കാര്യം പ്രസ്താവിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അതായത് ഇവിടെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടതായ കാര്യം, ഈ വലിയ ഹോസ്റ്റേജ് ക്രൈസിസ് നടക്കുന്നതായ സമയത്ത് ഇറാനിൽ പോയി അവിടുത്തെ ഖൊമൈനിയുടെ മുമ്പിൽ പോലും വിശ്വാസം തെളിയിച്ച ഒരു വ്യക്തിത്വം അവിടെ ഉണ്ടായിരുന്നു. അതാണ് റബ്ബായി മൊർദെഖായി ഹെർഷൻബർഗ് എന്ന് പറയുന്നത്. പിന്നീട് മൊത്തത്തിൽ 444 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അമേരിക്കയുടെ പ്രത്യേകമായ നിർദ്ദേശമനുസരിച്ച് ബന്ദികളെ മോചിപ്പിക്കുവാൻ തയ്യാറായി. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അമേരിക്കയുടെ ശക്തരായ ഭരണാധികാരികളിൽ ഒരാളായിരുന്നു റൊണാൾഡ് റെയ്ഗൻ. അദ്ദേഹത്തിൻ്റെ സമയത്ത് അതിന് മുമ്പ് വരെയും ഈ ഹോസ്റ്റേജ് ഡീലുകളൊന്നും അവർ അംഗീകരിക്കാതിരുന്നു. പക്ഷേ എന്നാൽ തുടർന്ന് ആ വിഷയത്തെ അംഗീകരിക്കുകയും സത്യപ്രതിജ്ഞയ്ക്ക് മുൻപായിട്ട് അവരെ മോചിപ്പിക്കണമെന്നുള്ള റെയ്ഗൻ്റെ മുന്നറിയിപ്പിനെ അവർ മാനിക്കുകയും അങ്ങനെ അവരെ റിലീസ് ചെയ്യുകയും ചെയ്തു. അതിനുശേഷം നമുക്കറിയാം, പിന്നീട് 1980 മുതൽ നടക്കുന്നതായ ക്വസ്റ്റ്യൻ റീസേഴ്സ് നടക്കുന്നതായ ഇറാഖ് വാറുകൾ, പല സംഭവങ്ങൾ ലോകത്ത് നടക്കുവാൻ തക്കവണ്ണം ഇടയായി. ഞാൻ ഇത്രയും പറഞ്ഞു വന്നതിൻ്റെ കാരണം, ഈ ലോകത്ത് ഇപ്രകാരമുള്ള അമേരിക്കയുടെ പ്രസിഡന്റുമായി ബന്ധപ്പെട്ടുള്ള ഇങ്ങനെയുള്ള പല സംഭവങ്ങളും യാദൃച്ഛികകളും നടക്കുമ്പോൾ ചില കാര്യങ്ങൾ ഇനി നടക്കാൻ ഇരിക്കുന്നു. നമ്മൾ പ്രതീക്ഷയോടെ, അതല്ലെങ്കിൽ ഒരുപക്ഷെ ആശ്ചര്യത്തോടെ നമ്മൾ നോക്കിക്കാണേണ്ടതായ പലതും നമ്മളിനി കാണാൻ പോവുകയാണ്. നമുക്കങ്ങ് നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്.